പ്രപഞ്ചത്തിന് ഒരു അതിരുണ്ടെങ്കിൽ അവിടെ നിന്നൊരു കല്ല് പുറത്തേക്ക് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നും. പക്ഷേ 2400 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന അക്കിട്ടാസ് ചോദിച്ച അതേ ചോദ്യമാണിത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു വസ്തു സഞ്ചരിക്കണമെങ്കിൽ അതിന് സ്പേസ് വേണം. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ അതിർത്തിയിലാണെങ്കിൽ അതിനപ്പുറം എന്താണുള്ളത്? മോഡേൺ ഫിസിക്സ് പറയുന്നത് പ്രപഞ്ചത്തിന് ഒരു അതിർത്തി തന്നെ ഉണ്ടായിരിക്കില്ല എന്നാണ്. നമ്മൾ കാണുന്നത് ഒബ്സർവബിൾ യൂണിവേഴ്സ് മാത്രമാണ്, അതായത് പ്രകാശം നമ്മുടെ അടുത്തെത്തിയ ആ പരിധി. പക്ഷെ ഒരു വാദത്തിനു വേണ്ടി പ്രപഞ്ചത്തിന് അതിർത്തി ഉണ്ട് എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ 2 സാധ്യതകളുണ്ട്. ഒന്ന്, ആ കല്ല് ഒരിക്കലും ആ അതിർത്തിയിൽ എത്തില്ല. കാരണം കല്ലെറിയുന്നതിനോടൊപ്പം തന്നെ സ്പേസും വികസിച്ചുകൊണ്ടേയിരിക്കും. അത് കല്ലെറിയുന്നത് കൊണ്ടല്ല, ഡാർക്ക് എനർജി കാരണം പ്രപഞ്ചം ഓൾറെഡി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ സ്പേസ് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി 2, ആ കല്ല് എറിഞ്ഞിടത്തേക്ക് തന്നെ തിരിച്ചു വരും. അതെങ്ങനെ? ദ ഫാബ്രിക് ഓഫ് ദ യൂണിവേഴ്സ് ഈസ് കർവ്ഡ്, അതായത് പ്രപഞ്ചത്തിന്റെ ജിയോമെട്രി തന്നെ വളഞ്ഞതാണ്. ഭൂമിയിൽ നിങ്ങൾ ഒരു നേർരേഖയിൽ നടന്നാൽ അവസാനം തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തും, അല്ലെ? ഇതും അതുപോലെ തന്നെ. നിങ്ങൾ ആ കല്ല് നേരെ എറിഞ്ഞാൽ അത് പുറത്തേക്ക് പോകില്ല. ഒരു വലിയ ലൂപ്പിൽ പെട്ടതുപോലെ അത് ചുറ്റിക്കറങ്ങി നിങ്ങളുടെ പിന്നിലൂടെ തന്നെ തിരിച്ചു വരും. അപ്പോൾ യഥാർത്ഥ ചോദ്യം പ്രപഞ്ചം എവിടെ തീരുന്നു എന്നതല്ല, അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നതാണ്. കമന്റ് യുവർ തോട്ട്സ്.